ഭരതൻ സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ ചിത്രമാണ് അമരം. മമ്മൂട്ടി, മുരളി, മാധു, KPSC ലളിത, അശോകൻ, കുതിരവട്ടം പപ്പു എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. സിനിമയിൽ നടൻ അശോകൻ രാഘവൻ എന്ന കഥാപാത്രമായാണ് അഭിനയിച്ചിരുന്നത്. ഇപ്പോൾ കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഭരതനുമായുള്ള തൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് അശോകൻ. അമരം ചെയ്യുന്നതിന് മുമ്പ് ഭരതേട്ടൻ കഥയൊക്കെ പറഞ്ഞ ശേഷം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഈ കഥാപാത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കഥാപാത്രം മോശമായാൽ അത് സിനിമയെ ബാധിക്കും. അത്രയും സൂക്ഷ്മമായി ചെയ്യേണ്ട കഥാപാത്രമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആളൊരു വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി, ഒരു ബീഡിയും വലിച്ചുകൊണ്ട്. കുറച്ചു കഴിഞ്ഞ് എന്തോ ആലോചിച്ച ശേഷം നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. എന്താണ്, നിനക്ക് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുമോ, നിന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഞാൻ സത്യത്തിൽ ആകെ തകർന്നു പോയി. ഒരു ഡയറക്ടറാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ കഴിയുമെന്ന് നമ്മളിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെയല്ലേ അത്? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടെ അങ്ങ് പോകും. എൻ്റെ ആത്മവിശ്വാസം അവിടെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത്രയും കുഴപ്പമുള്ള കഥാപാത്രമാണോ അത് എന്നാണ്. എങ്ങനെയെങ്കിലും ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം വിട്ടേക്കാം എന്ന് വരെ ഞാൻ മനസ്സിൽ കരുതി. കാരണം ആ കഥാപാത്രത്തെ ചെയ്ത് മോശമാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ദൈവം തന്നെ എന്നെ കൊണ്ട് അതിന് മറുപടി പറയിപ്പിച്ചു. ആ കഥാപാത്രം ചെയ്യാമെന്ന് ഞാൻ ഉടനെ പറഞ്ഞു. പുള്ളിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഞാൻ അഭിനയിച്ചു തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞതും ഭരതേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഈ കഥാപാത്രത്തിന് നീ തന്നെയാണ് യോജിച്ചതെന്ന് പറഞ്ഞു. അശോകൻ പറഞ്ഞു.